നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുറത്തൂർ ഇരുട്ടിൽ 6 ദിവസം പ്രതിഷേധവുമായി ജനം. നിപ്പയിൽ ആശ്വാസം. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെയും നിരീക്ഷണ കാലാവധി കഴിഞ്ഞു. ആകെ 114 പേർ നെഗറ്റീവായി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളും പരിസരവും പരിശോധിച്ച് സർപ്പ വളണ്ടിയർമാർ. മലപ്പുറം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. വൈദ്യുതി മുടങ്ങി പ്രദേശമാകെ ഇരുട്ടിലായി 6 ദിവസം പിന്നിട്ടതോടെ ഇന്നലെ പുറത്തൂർ KSEB സെഷൻ ഓഫീസിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. ശക്തമായ മഴയിലും കാറ്റും തുടങ്ങിയതോടെയാണ് പുറത്തൂർ സെഷനു കീഴിൽ പലയിടത്തും വൈദ്യുതി ഇല്ലാതായത്. പുറത്തൂർ സെക്ഷന് കീഴിൽ 40-ലേറെ വൈദ്യുതി കാലുകളും മരങ്ങളും വീണും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒട്ടേറെ ട്രാൻസ്ഫോമറുകൾക്കും വൈദ്യുതി കമ്പികൾക്കും കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ശരിയാക്കാൻ സെക്ഷനിലുള്ളത് 6 ലൈൻമാൻമാർ മാത്രം. ദിവസക്കൂലിക്കാരടക്കമുള്ള ഇത്രയും പേർ മാത്രം മെനക്കെട്ടാൽ ഇവിടെ വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാകില്ലെന്നും നാട്ടുകാർ പറയുന്നു. സെക്ഷന് കീഴിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇരുട്ടിൽ തുടരുന്ന സ്ഥിതിയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രതിഷേധവുമായി ഓഫീസിലെത്തി. നമ്മൾ ഇവിടെ 10 മിനിറ്റ് പൈസ അയക്കാം അല്ലെങ്കിൽ ആൾ പോയിക്കണേ അതിനൊന്നും വെയിറ്റിംഗ് ഇല്ല. അപ്പൊ എന്ത് നിസ്കാരം പോവാ ഇവിടെ ഇന്റെ മീറ്റർ അപ്പൊ ഞാൻ ഞാൻ ഇന്ന് രാവിലെ മീറ്റിംഗ് എഞ്ചിനീയറോട് അടക്കം പറഞ്ഞതാണ്. ഇന്ന് ഭിന്നശേഷി കുട്ടിയാണ്, മനം പോകുന്ന അറിയില്ല. ആ കുട്ടിയെ ഞാൻ ഇവിടെ എന്റെ ആ ജില്ലയോട് വരെ ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി. മഴ മൂലം അടുത്തുള്ള ആലത്തിയൂർ, വെട്ടം, തിരുനാവായ, തിരൂർ സെക്ഷനുകളിലെല്ലാം വൈദ്യുതി മുടങ്ങിയിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം പൊട്ടിവീണ പോസ്റ്റും ട്രാൻസ്ഫോമറുകളും കേടുപാടുകൾ തീർത്ത് വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പുറത്തൂരിൽ മാത്രം ഇത് നടന്നിട്ടില്ല. മറ്റു സെക്ഷനുകളിൽ നിന്നുള്ള ജീവനക്കാരെ ഇവിടെ എത്തിച്ച് വൈദ്യുതി എത്തിക്കാനുള്ള ജോലികൾ ചെയ്തു തീർക്കണമെന്നാണ് ഇന്നലെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചവർ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തിരൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ എത്തി പരാതിക്കാരെ കണ്ട് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് പുറത്തൂർ. മലപ്പുറം ജില്ലയിൽ നിപ്പ പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്ന വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും ക്വാറന്റൈൻ കാലാവധി വ്യാഴാഴ്ചയോടെ അവസാനിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആകെ 166 പേരാണ് സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്നത്. ഇവരിൽ 65 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 101 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമായിരുന്നു. സാമ്പിൾ പരിശോധന നടത്തിയ 114 പേരുടെ ഫലമാണ് നെഗറ്റീവായത്. പോസിറ്റീവായ വളാഞ്ചേരി സ്വദേശിനി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിപ ബാധയുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി അവലോകന യോഗം ചേർന്നു. മുൻകരുതലിന്റെ ഭാഗമായി രോഗലക്ഷണങ്ങളുള്ള 28 പേരായിരുന്നു ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടിരുന്നത്. പനി സർവേ നടത്തുന്നതിന്റെ ഭാഗമായി 4749 വീടുകളിൽ ആരോഗ്യപ്രവർത്തകർ സന്ദർശനം നടത്തിയിരുന്നു. 10 പേർക്ക് ഫോൺ വഴി മാനസിക പിന്തുണ നൽകി. ന്യൂസ് മലപ്പുറം. അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഹാഫ് ആൻഡ് ഹാഫ് പാരന്റിംഗ് ആൻഡ് സ്റ്റുഡൻസ് വെൽ ബോയിങ് പ്രോഗ്രാം നടത്തി. ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ലൈഫ് കോച്ചും മെന്റൽ പവർ ട്രെയിനറുമായ വസിയ വഫ പരിപാടിക്ക് നേതൃത്വം നൽകി. ചടങ്ങ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു.
തിരൂർ മെട്രോ കോൺഫറൻസ് ഹാളിൽ നടത്തിയ ക്ലാസ്സിൽ നേതൃത്വം, രക്ഷാകർത്തം, വൈകാരിക ബുദ്ധി എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് 2 സെക്ഷനുകളിലായി നടന്ന പരിപാടിയിൽ 50ഓളം കുടുംബങ്ങൾ പങ്കെടുത്തു. പ്ലസ് 2-ൽ പഠിക്കുമ്പോൾ തന്നെ സമൂഹം നേരിടുന്ന ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന വസിയ വഫയെ അഭിനന്ദിക്കുകയും ചെയ്തു. വീടകങ്ങളിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നേഹ ഖദീജ അധ്യക്ഷനായ ചടങ്ങിൽ വസിയ വഫയുടെ പുതിയ സംരംഭമായ സോൾ സ്പീക്കിന്റെ ലോഗോ പ്രകാശനവും നടത്തി. MA സെൻട്രൽ സ്കൂൾ തിരൂർ ചെയർമാൻ അൻവർ സാദത്ത് കളിയത്ത്, സെക്രട്ടറി സലാം പി ലിലീസ്, തിരൂർ ജിമാറ്റ് പ്രസിഡന്റ് ഇ അബ്ദുറഹിമാൻ, ഫൈസൽ ജ്വല്ലറി MD ഫൈസൽ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹിമാൻ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ആയിഷ, നിയ, വാണി, കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് തിരൂർ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളും പരിസരവും പരിശോധിച്ച് സർപ്പ വളണ്ടിയർമാർ. വനം വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു പരിശോധന. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളുകളിലെ ക്ലാസ് മുറികളിലും പരിസരത്തും പാമ്പുകൾ ഒളിച്ചിരിക്കാൻ പറ്റിയ സാഹചര്യമുണ്ടോയെന്ന് പരിശോധിക്കാൻ സർപ്പ വളണ്ടിയർമാർ പരിശോധന നടത്തി. മുസ്തഫ നടുവിലങ്ങാടിയുടെ നേതൃത്വത്തിലാണ് പരിശോധന വിവിധ സ്കൂളുകളിൽ നടന്നത്. വനം വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു പരിശോധന. ന്യൂസ് തിരൂർ. മലപ്പുറം ജില്ലയിൽ ഇന്നുകൂടി ഓറഞ്ച് അലേർട്ട്. മഴയിലും കാറ്റിലും ഇന്നലെ 7 വീടുകൾ തകർന്നു, 3 കിണറുകൾ ഇടിഞ്ഞു. പൊന്നാനി BM റെഗുലേറ്റർ 2 ഷട്ടറുകൾ തുറന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ 47.12 മില്ലിമീറ്റർ മഴയാണ് ശരാശരി മലപ്പുറം ജില്ലയിൽ പെയ്തത്. ചെമ്പ്രശ്ശേരി, കാവന്നൂർ, മൂർക്കനാട് എന്നിവിടങ്ങളിലാണ് കിണറുകൾ ഇടിഞ്ഞത്. പുഴകളിൽ ജലനിരപ്പേറിയിട്ടുണ്ട്. എന്നാൽ അപകടസ്ഥിതിയായിട്ടില്ല. ജില്ലയിൽ നാളെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് തിരൂർ. താനാളൂർ പഞ്ചായത്തിലെ 13ാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് 13ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പണിക്കരുപറമ്പ്, വാലിയത്തുപടി റോഡ്, മൂന്നാമൂല, കോരങ്കാവ് റോഡ്, നെച്ചിക്കാട്, അഞ്ചുടി റോഡ് എന്നീ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്വാതന്ത്ര്യം സൂചിപ്പിക്കേണ്ട ഞങ്ങളുടെ തൊട്ടടുത്ത വാർഡ്, എൻ്റെ വാർഡ് 14ാം വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ്. ആ വാർഡിലെ പ്രധാന റോഡായ കുമരക്കാവ് ഇങ്ങനത്തെ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. അങ്ങനെ ബഹളം വെച്ചപ്പോൾ കുറച്ച് മണ്ണ് പോയിട്ട് ആൾക്കാർ നേരത്തെ ആൾക്കാർക്ക് നടന്നു പോയിരുന്നു. ഇപ്പോൾ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ചടിപിടി കൂട്ടി ഇരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഇവിടെ താനാളൂർ പഞ്ചായത്ത് നിലവിൽ 23 വാർഡിലും ഇതേപോലെ റോഡുകൾക്ക് ശോചനീയമായ അവസ്ഥയാണ്. പഞ്ചായത്ത് ഭരണാധികാരികൾ അതിൽ നോക്കാൻ സമയമില്ല. അവർക്ക് കുടുംബശ്രീയുടെ അഴിമതി, അതേപോലെ തന്നെ ജനങ്ങളെ പൊട്ടിസാകുന്ന വെച്ച് കാർണിവൽ നടത്താനൊക്കെ പരിപാടികളും നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ട് കാർണിവൽ നടത്തുകയും അതേപോലെ കുടുംബശ്രീയിൽ ഭീമമായ അഴിമതി നടക്കുക, അതൊന്നും നോക്കാതെ ഈ റോഡുകളും നോക്കാതെ ഓടിപ്പണി നടക്കുകയാണ്. അവസാനം ഇലക്ഷൻ വരാൻ സമയമായപ്പോൾ എല്ലാ റോഡിലും ചെറിയ പണികൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സ്കൂൾ തുറക്കാറായി. ഇപ്പോഴൊക്കെ വിദ്യാർത്ഥികൾ പോകുന്ന സ്കൂൾ സഞ്ചരിക്കുന്ന റോഡാണ്. ഈ റോഡിലേക്കൊന്നും വിദ്യാർത്ഥികൾ പോകാൻ വയ്യാത്തൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. കാരണം 2ാം തീയതി മുതൽ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പക്ഷേ എല്ലാ റോഡുകളിലും, നമ്മുടെ പഞ്ചായത്തിലുള്ള മിക്ക റോഡുകളിലും കുട്ടികൾക്ക് പോകാൻ വയ്യാത്ത അവസ്ഥ. ഈ ഭാഗത്തൊക്കെയുള്ള കുട്ടികൾ പല സ്കൂളുകളിലും പോകുന്നുണ്ട്. അവർക്ക് എങ്ങനെ പോകാൻ, സ്കൂൾ വാഹനങ്ങൾ വരെ കൊണ്ട് വരാൻ വയ്യാത്ത അവസ്ഥയുണ്ട്. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് V മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഉവൈസ് കുണ്ടുങ്ങൽ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V മുഹമ്മദ് എന്ന കുഞ്ഞു, KP ഷിഹാബ്, കൊക്കോടി അലി ഹസൻ, മുജീബ് മാസ്റ്റർ, M നാഫി, TK നസീർ, K റിൻഷാദ്, K സലീം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.